എന്താണ് അനുമോൾ? ഇന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ അനുമോളെ ഇട്ട് പൊരിക്കുന്നുണ്ട്. അനുമോൾക്കൊരു ശിക്ഷയും കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് പറയാം. ആദ്യം തന്നെ ലാലേട്ടൻ അനുമോളോട് ചോദിക്കുന്നു, എന്താണ് കഴിഞ്ഞ ദിവസം ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെയൊക്കെ പേരിൽ അവിടെ അടിയായിരുന്നല്ലോ, എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ ലാലേട്ടൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു അഭിപ്രായം അവിടെ പലരുടെ അടുത്തും ചോദിക്കുന്നു. ആദ്യം ഷാനവാസിനോട് തന്നെയാണ് ലാലേട്ടൻ പറയുന്നത്, അനുമോൾ ചെയ്ത ആ ഒരു കാര്യം ശരിയാണോ? അപ്പോൾ ഷാനവാസ് പറയുന്നു, തീർച്ചയായും ശരിയല്ല ലാലേട്ട, അത് തെറ്റ് തന്നെയാണ് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അനുമോൾ അവിടെ അതിൻ്റെ ഇടയിൽ നിന്ന് അനുമോൾ ചെയ്ത ആ ഒരു പ്രവൃത്തിയെ ന്യായീകരിക്കുന്നുണ്ട്. അത് കടലമാവാണ്, കോമൺ ഫുഡ് അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ലാലേട്ടൻ അത് കേട്ടിട്ട്, കണ്ടോ അനുമോൾ പറയുന്നത് കണ്ടോ, അത് കോമൺ ഫുഡ് അല്ല എന്നാണ് ഇപ്പോഴും പറയുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നു. അനുമോൾ ചെയ്ത ഒരു തെറ്റ് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അനുമോൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്തില്ല. അതാണ് അനുമോളുടെ ഏറ്റവും വലിയൊരു പോരായ്മ. ഈ ഒരു കാര്യത്തിൽ ആദിൽ അനുമോളെ പറ്റി പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ്. ഓരോ ആൾക്കാരുടെ അടുത്തും അല്ലെങ്കിൽ ഓരോ സമയത്തും അനുമോൾക്ക് ഓരോരോ നിലപാടാണ് ഈ ഒരു ഫുഡിൻ്റെ കാര്യത്തിൽ. അത് പലപ്പോഴും എനിക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ഇങ്ങനെയൊക്കെ വളരെ വലിയ വഴക്ക് നടന്നതുകൊണ്ട് ഒരു ശിക്ഷ ലാലേട്ടൻ കൊടുക്കുന്നു. അതായത് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ലാലേട്ടൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് കുറച്ച് പ്രോട്ടീൻ അടങ്ങുന്ന ഫുഡും അതുപോലെ നിങ്ങൾക്ക് എനർജി കിട്ടുന്നതിനായിട്ട് ഞങ്ങൾ കുറച്ച് ലക്ഷറി വസ്തുക്കൾ അയക്കാമെന്ന് ലാലേട്ടൻ ഒരു ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ അത് എല്ലാം ഞാൻ ക്യാൻസൽ ചെയ്യാൻ പോവുകയാണ്, ഇങ്ങനെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയല്ലേ, അതുകൊണ്ട് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ് എന്ന് ലാലേട്ടൻ പറയുന്നു. എന്തായാലും അനുമോളെ ഇന്ന് കൂട്ടം ചേർന്ന് എല്ലാവരും കൂടെ ആക്രമിക്കുന്നുണ്ട് എപ്പിസോഡിൽ. പക്ഷേ ഇതൊക്കെ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷക പിന്തുണ അനുമോൾക്ക് കൂടത്തേ ഉള്ളൂ. അത് ഉറപ്പായിട്ടും ഉള്ള ഒരു കാര്യമാണ്. കാരണം എല്ലാവരും കൂടെ ഒരാളെ തന്നെ ഇങ്ങനെ ആക്രമിക്കുമ്പോൾ ആക്രമിക്കുന്ന ആളെ ആയിരിക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത്. എന്തായാലും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.